ഇതിനേക്കാളും മോശമായ അവസ്ഥ അമേരിക്കയിലുണ്ട്. ഞങ്ങൾ അമേരിക്കയിൽ ഇത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ സർവീസിലുണ്ടായ സമയത്ത് ഞങ്ങൾ പോയി പഠിച്ചതാണ്. അവിടുത്തെ ഒരു ഒരു മിനിസ്റ്റർ റാങ്കിൻ്റെ ഓഫീസർ ഞങ്ങളുടെ ക്ലാസ് എടുക്കാൻ വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ കുറേ ആളെ അവർ അയച്ചല്ലോ. അപ്പോൾ അവർ ഒരു മിനിസ്റ്റർ വന്നിട്ട് ചിരിച്ചു. നിങ്ങൾ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഈ നാട് നശിച്ചു കഴിഞ്ഞു. അവർക്ക് അമേരിക്കൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഉള്ള കാര്യം പറയുന്നു. ഇവിടെ ഇത് ഉപയോഗിക്കാത്ത ഒരു കുട്ടിയും ഒരു സ്ഥലവും ഇല്ല. ദാറ്റ് വാസ് 10 years ബാക്ക്. 2014 കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു തങ്ങൾ കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിവൃത്തിയില്ല. ഇപ്പോൾ നിവൃത്തിയില്ലാതെ കൊണ്ട് അന്ന് ദേശീയ വി ആർ പ്ലാനിങ് ടു മേക്ക് ഇറ്റ് ലീഗലൈസ്. അന്ന് അവർ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 വർഷം മുമ്പ് അവിടെ മാരിജുവാന, അതായത് കഞ്ചാവിൻ്റെ പേര് മാരിജുവാനയിൽ അവർ ലീഗലായി ചെയ്തിരിക്കുന്നു. ഈ അടുത്ത കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ എൻ്റെ മകനെ കാണാൻ പോയിരുന്നു. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ് എല്ലാ സ്ഥലത്തിലും ഇതിൻ്റെ മാരിജുവാന ഷോപ്പ് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് വിൽക്കുന്നുണ്ട്. അവർ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ലേഖനം എഴുതി. ഞാൻ വന്നിട്ട് അമേരിക്കയിൽ അവരൊക്കെ 400 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ആളുകളാണ്. അവരുടെ ഒരു ബൗദ്ധിക വികസനം കൂടുതലാണെന്ന് നമ്മൾ സംശയിക്കേണ്ട. അപ്പോൾ അവർ ചിലപ്പോൾ ലീഗലായി ചെയ്താലും ഒരു മെഡിക്കൽ യൂസിലുള്ള ആളുകൾക്ക് മാത്രമേ അവർ ഉപയോഗിക്കും കരുതി ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ വേണം. അതിന് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതും അവിടെ നടക്കും. ഇവിടെ അത് നടക്കുമോ? കോവിഡ് സമയത്തിലും 50 രൂപയിലോ ഒക്കെ നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്തിലും നമ്മൾ ഒരു വ്യാജമായ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നമ്മുടെ സ്ഥലമല്ലേ ഇവിടെ. ഇവിടെ ഏതൊരാളിനെ എനിക്ക് മെഡിക്കലായിട്ട് ഇതിനെ കഴിക്കാൻ ആവശ്യമുണ്ട്, അതിൻ്റെ പേരിൽ ഇന്ത്യ സർക്കാർ കഞ്ചാവ് ഇവിടെ അമേരിക്ക പോലെ അനുവദിക്കണം പറഞ്ഞിട്ട് എന്താ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റില്ലേ? ദുരുപയോഗം ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതിയതാണ്. ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. ഇന്ത്യൻ എക്സ്പ്രസ്. വൈ the drugs or illegal കഞ്ചാവ് should not be made illegalized in India. അതിന് കാരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് അന്ന് ഞാൻ എഴുതിയായിരുന്നു എക്സൈസ് കമ്മീഷണറായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലം അവിടെ ഉണ്ട്. ഇവിടുത്തെ സാഹചര്യം പറഞ്ഞു വെച്ചാൽ ഇവിടെ പോലീസിൻ്റെ പണി എടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കേൻ്റെ അവസ്ഥ നമ്മുടെ കണ്ടുള്ള അവർ നിസ്സഹായമായിട്ട് ആ അവസ്ഥ ഇവിടെ ഇല്ല. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ സാറ് അദ്ദേഹമാണ് എന്നെ എക്സൈസ് കമ്മീഷണർ ആക്കിയത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, സർ ഇതിനകത്ത് 2 തരത്തിലുള്ള ആളുണ്ട്. ഒന്ന്, പുതിയ ആളുകൾ തുടങ്ങാൻ പോകുന്നു. ചില ആളുകൾ ഇന്ന് അടിമയായി പോയി സർ. അപ്പോൾ ഈ അടിമയായി പോയ ആളുകൾക്ക് നന്നാകാൻ താല്പര്യമുണ്ട്. പക്ഷേ അവർ ഒരു സ്ഥലവും കേരളത്തിലില്ല. ചിലപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ഉണ്ടായിരിക്കും, സർക്കാർ ആശുപത്രികളിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ. അന്ന് ഞാൻ പറയുമ്പോൾ ആകെ 2 സെൻറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ വേണ്ടത്? നമുക്ക് എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ വരട്ടെ സാർ. ആളുകൾ പോയി സെൻറ്റർ വന്നാൽ ആളുകൾ പോയി ചികിത്സ എടുക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം 20 കോടി രൂപ എന്ന് അപ്പോൾ തന്നെ സാങ്ഷൻ ചെയ്തു. ഞങ്ങൾ 6 മാസത്തിൽ എല്ലാ 14 ജില്ലകളിൽ 14 ഡി അഡിക്ഷൻ സെൻറ്റർ, വിമുക്തി കേന്ദ്രങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഫലമുണ്ടായിട്ടുണ്ട്. 5 ലക്ഷം ആളുകൾ അവിടെ നന്നായി അവിടെ ചികിത്സ പോയിട്ടുണ്ട്.